ഹായ് ഓൾ. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ സമവാക്യ ജോഡികൾ, അതിൻ്റെ പേജ് നമ്പർ 10 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ചുവടെ പറയുന്ന കണക്കുകൾ ഓരോന്നും മനക്കണക്കായോ ഒരക്ഷരം മാത്രമുള്ള സമവാക്യമായോ രണ്ടക്ഷരമുള്ള രണ്ട് സമവാക്യങ്ങളായോ ചെയ്യുക. അപ്പം 5 ചോദ്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ മനക്കണക്കായി ചെയ്യാം. മനക്കണക്കായി ചെയ്യുമ്പോൾ നമുക്ക് എഴുതാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ മെത്തേഡല്ല നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഒരക്ഷരം മാത്രമുള്ള സമവാക്യമായിട്ടും രണ്ടക്ഷരമുള്ള സമവാക്യമായിട്ടും നമുക്ക് ചെയ്യാം. അപ്പം ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്? ബാഗിൻ്റെയോ? ഈ ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രിയ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ബാഗും ചെരുപ്പുമാണ് വാങ്ങിയത്. ബാഗിനും ചെരുപ്പിനും കൂടെ 1100 രൂപയാണ് ആയത്. ബാഗിന് ചെരുപ്പിനേക്കാൾ വില കൂടുതലാണെന്ന് പറയുന്നുണ്ട്. 300 രൂപയാണ് കൂടുതൽ. രണ്ടിൻ്റെയും വില കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മനക്കണക്കായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ രണ്ട് സാധനങ്ങളാണല്ലേ വാങ്ങിയത്. ഒന്ന് ബാഗാണ്, ഒന്ന് ചെരുപ്പാണ്. ബാഗ്, ചെരുപ്പ്, രണ്ടിനും കൂടെ 1100 രൂപയാണ് ആയത് ആണല്ലോ. ഇനി ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവനൊരു 300 രൂപ കൂടുതലാണ് ചെരുപ്പിനേക്കാൾ. അങ്ങനെയാണെങ്കിൽ ഈ കൂടുതലുള്ള 300 തൽക്കാലം നമുക്കൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയും വില എന്താവും? സെയിം ആയിട്ട് മാറും. അപ്പോൾ 1100 ഈ 300 അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് ഉണ്ടാവുക? 800 ഉണ്ടാവുക അല്ലേ? ഈ 800 എന്ന് പറഞ്ഞാൽ എന്താ? ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയും സെയിം ആയാൽ ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയും വില സെയിം ആണെന്ന് നമ്മൾ വിചാരിച്ചു. ആ തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് എത്രയായിരിക്കും? പകുതിയായിരിക്കും. 800ൻ്റെ 400 ആയിരിക്കും. ബാഗിന് 400, ചെരുപ്പിന് എന്താണ്? 400. ഇനി നോക്കുക, നമ്മൾ മാറ്റി വെച്ച ആ 300 ബാഗിൻ്റെ കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 700 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മനക്കണക്കായിട്ട് ആലോചിക്കുക. ഒന്നുകൂടെ പറയാം. ബാഗിനും ചെരുപ്പിനും കൂടെ 1100 രൂപ. ബാഗിനൊരു 300 രൂപ കൂടുതലുണ്ട്. ആ കൂടുതലുള്ള 300 നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചു. അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ ബാഗിനും ചെരുപ്പിനും ഒരേ വിലയാവും. അപ്പോൾ 1100 300 നമ്മളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 800 ഈ 800 എന്ന് പറഞ്ഞാൽ ബാഗിനും ചെരുപ്പിനും ഒരേ വിലയാവുമ്പോഴുള്ള ഒരു കണ്ടീഷനാണ് അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുക 400 വെച്ച് കിട്ടും, പകുതിയാക്കി കഴിഞ്ഞാൽ. ഇനി നമ്മൾ മാറ്റി വെച്ച ആ 300 കൂടെ ബാഗിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ ബാഗിന് 700 കിട്ടും, ചെരുപ്പിന് എത്ര കിട്ടും? 400 കിട്ടും. ഇതാണ് മനക്കണക്കായിട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ എക്സാമിന് എഴുതുമ്പോഴോ നോട്ട് ചെയ്യുമ്പോഴോ മനക്കണക്കായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കൊരു ലോജിക്കലായിട്ട് ചിന്തിക്കാനേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരക്ഷരം വെച്ചുള്ള സമവാക്യമായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ രണ്ടക്ഷരം വെച്ചുള്ള സമവാക്യമായിട്ട് ചെയ്യാം. രണ്ട് രീതി നമുക്ക് നോക്കാം. ആദ്യം മെത്തേഡ് 1, ഒരക്ഷരം വെച്ചുള്ള സമവാക്യമായിട്ട് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരാളുടെ വിലനെ നമ്മൾ എക്സ് എന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറഞ്ഞൊരു ചരം, ഒരക്ഷരം വെച്ചിട്ട് സൂചിപ്പിക്കുക. ഉദാഹരണത്തിന് ചെരുപ്പിൻ്റെ വില സമം എക്സ് രൂപ ആയാൽ, എക്സ് ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെ വില എന്തായിരിക്കും? ബാഗിൻ്റെ വില നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. വിച്ച് മീൻസ് 100 രൂപയാണ് ചെരുപ്പിനെങ്കിൽ ബാഗിൻ്റെ വില കിട്ടാൻ ഒരു 300 കൂട്ടി കൊടുത്താൽ 400 ആവും. 200 രൂപയാണ് ചെരുപ്പിനെങ്കിൽ ഒരു 300 കൂട്ടി കൊടുത്താൽ ബാഗിൻ്റെ വില കിട്ടും. 500 രൂപയാണ് ചെരുപ്പിനെങ്കിൽ ഒരു 300 കൂട്ടി കൊടുത്താൽ ആരെ വില കിട്ടും? ബാഗിൻ്റെ വില കിട്ടും. ഇവിടെ നമ്മൾ വിചാരിച്ചത് എക്സ് രൂപയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെ വില കിട്ടാൻ എക്സിനോട് എത്ര കൂട്ടിയാൽ മതി? 300 കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെ വില നമുക്ക് പറയാൻ പറ്റും എക്സ് പ്ലസ് 300. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ചെരുപ്പിൻ്റെ വിലേനെ എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെ വില അതിനോടൊരു 300 കൂടെ കൂട്ടിയത് എക്സ് പ്ലസ് 300 ആയിരിക്കും. ഇനി അടുത്ത കാര്യം, രണ്ടാളുടെയും വില കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1100 അല്ലേ? അപ്പോൾ ഞാനിവിടെ എഴുതി ചെരുപ്പിൻ്റെ വില എക്സ് പ്ലസ് ബാഗിൻ്റെ വില എക്സ് പ്ലസ് 300. ഈ രണ്ടാളെയും കൂടെ ഞാൻ കൂട്ടി. ചെരുപ്പിൻ്റെ വിലയും ബാഗിൻ്റെ വിലയും കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? വാല്യൂ 1100 കിട്ടും. 1100 അല്ലേ? ഇതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എങ്ങനെയാണ് ചെയ്യുക? ആദ്യം എക്സ് ഉള്ള ടേമുകളൊക്കെ കൂട്ടുക. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. എക്സും എക്സും കൂട്ടിയാൽ എത്ര കിട്ടും? 2x ആണുള്ളത്.
അപ്പോൾ 2x പ്ലസ് 300 ഇതിനെ മാറ്റി എഴുതാൻ പറ്റും സമം 1100. ഇനി ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഇല്ലാത്ത ആളുകളെയൊക്കെ സമത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിക്കൂടാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം ഒരു 300 ഉണ്ട്. എന്ത് 300? 300നെ പ്ലസ് ചെയ്യാതെ ചെയ്ത് അത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -300 മാറും. ശ്രദ്ധിക്കുക, പ്ലസ് എന്ന് പറഞ്ഞ ചിഹ്നം സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. അതുപോലെ ഗുണിക്കണം സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഹരിക്കണമാവും. ഹരിക്കണം എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണമാവും. ക്ലിയർ ആണല്ലോ? അപ്പം എക്സ് കണ്ടുപിടിക്കാൻ ആദ്യം എക്സ് ഉള്ള ടേം 2xനെ മാത്രം ഇവിടെ നിർത്തേണ്ടതുണ്ട്. ഈ +300 നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ എന്തായിട്ട് മാറും? -300 മാറും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. 2xനെ മാത്രം ഇവിടെ നിർത്തി. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം തൊട്ട് മുമ്പേ ഉള്ള സ്റ്റെപ്പ് നോക്കിയിട്ടാണ് തൊട്ടടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് കേട്ടോ. 2xനെ മാത്രം ഇവിടെ നിർത്തി. ഇവിടെ ഒരു സമമുണ്ട്, മേലൊരു 1100 ഉണ്ട്. ചെയ്യേണ്ട പരിപാടി ഈ +300 അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? -300 ഓക്കെ അല്ലേ? ഇനി 1100 -300 ഈ സാധനം ചെയ്ത് നോക്കി. 1100 300 കുറയ്ക്കണം. എത്ര കിട്ടും? 800 എന്ന് കിട്ടും. ഇപ്പുറത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ആരാളുള്ള 2x ഉണ്ട്. കണ്ടുപിടിക്കേണ്ട ആരെയാണ്? എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ കിടക്കുന്ന ആരാ? നോക്കിക്കേ, ഒരു 2 കിടക്കുന്നുണ്ട്. എന്താണ് ഈ 2x എന്ന് പറഞ്ഞാൽ? 2 ഗുണം x ആണ് അല്ലേ? ആ 2 ഗുണം x 800 ആണെന്നാണ് പറഞ്ഞത്. ഈ ഗുണിക്കണം 2 നമുക്ക് ആവശ്യമില്ല. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ എന്തായിട്ട് മാറും? ഹരിക്കണം 2 മാറും. അതാണ് അടുത്ത സ്റ്റെപ്പ്. നോക്കുക, നമുക്ക് വേണ്ട എക്സിനെ മാത്രം ഇവിടെ നിർത്തി. അപ്പുറത്ത് ആരുണ്ട്? 800 ഉണ്ട്. ഇവിടെ കാണുന്ന ഗുണിക്കണം 2x എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം x ആണ്. ആ ഗുണിക്കണം 2 അപ്പുറത്തേക്ക് പോകുന്നു. എന്തായിട്ട് മാറി? ഹരിക്കണം 2 മാറി. 800 ഹരിക്കണം 2 എത്ര കിട്ടൂടാ? 400 കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിവിടെ കിട്ടി എക്സിൻ്റെ വില എത്രയാണ്? 400. ആരായിരുന്നു എക്സിൻ്റെ വില? ആരായിരുന്നു എക്സ്? ചെരുപ്പിൻ്റെ വിലയല്ലേ? അപ്പോൾ അത് നേരെ താഴോട്ട് നിർത്തി എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ എഴുതുക. ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പി ചെയ്യുന്നുണ്ട്. നോക്കിയേ, ചെരുപ്പിൻ്റെ വില സമം എക്സ് ആണ്. ആ എക്സ് നമുക്ക് കിട്ടി എത്രയാണ്? 400 രൂപയായതുകൊണ്ട് RS കൂടെ എഴുതി വെച്ചു. ഇനി ബാഗിൻ്റെ വില ഈ 400നോട് എത്ര കൂടും? ഒരു 300 കൂടെ കൂടും. 400 + 300 ആവും. എത്ര കിട്ടും? 700 രൂപ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ. ഇനി ഈ ചോദ്യത്തിൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ അക്ഷരം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ? അത് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നത്. എക്സ് നല്ല ഒരു അക്ഷരമല്ലാതെ 2 അക്ഷരം യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അതും കൂടെ ഒന്ന് നോക്കാം. മെത്തേഡ് 2 നോക്കിക്കോ. നേരത്തെ അതേപോലെ തന്നെ ചെരുപ്പിൻ്റെ വില നമുക്കറിയില്ല, എന്തെന്ന് വിളിച്ചു? എക്സ്. ബാഗിൻ്റെ വില അതും നമുക്കറിയില്ല, നമ്മൾ എന്തെന്ന് വിളിച്ചു? വേറൊരു അക്ഷരം വെച്ച് വിളിച്ചു. ആദ്യത്തെ ആൾ എക്സ് ആണ്, അപ്പോൾ രണ്ടാമത്തെ ആൾ എന്താണ്? വൈ ആണ്. അങ്ങനെയാണെന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ബാഗും ചെരുപ്പും കൂട്ടി എത്ര കിട്ടും നമുക്കറിയാം. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആണല്ലേ, പ്ലസ് ബാഗും കൂടെ കൂട്ടിയാൽ 1100. ഇത് നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ അടുത്ത ഡാറ്റ എന്താ? ബാഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ വൈ അല്ലേ? കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ചെരുപ്പിൻ്റെ വിലയോട് 300 കൂട്ടിയാൽ മതി. എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 300 ചെയ്ത് കഴിഞ്ഞാൽ ബാഗിൻ്റെ വിലയായ വൈ കിട്ടും. എന്താ അതിൻ്റെ അർത്ഥം? നോക്കിക്കോ, വൈ എന്ന് നമ്മൾ എവിടെ കണ്ടാലും ആ വൈൻ്റെ വാല്യൂ ആയിട്ട് എത്ര കൊടുക്കാം? എക്സ് പ്ലസ് 300 എന്ന് കൊടുക്കാം. വൈ എന്നുള്ള ആളെ മാറ്റിയിട്ട് നമുക്ക് എന്തെന്ന് കൊടുക്കാം? എക്സ് പ്ലസ് 300 എന്ന് എഴുതിയാലും ഒരു മാറ്റം വരില്ല എന്നാണ്. അപ്പോൾ വൈ എവിടെ ഉണ്ട്? ഈ കാണുന്നതിൽ ഒരു വൈ ഉണ്ട്. ആ സാധനം ഞാൻ നേരെ താഴോട്ടൊന്നും കൂടെ എഴുതുകയാണ്. ശ്രദ്ധിച്ചോ, എക്സ് പ്ലസ് വൈ സമം 1100, 1100. ഇനി ഇവർ പറയുന്നത് വൈ എന്ന് നിങ്ങൾ കണ്ടു, അവിടെ എന്ത് കൊടുക്കാം? അത് എക്സ് പ്ലസ് 300 തുല്യമാണ്. അപ്പോൾ വൈ എന്ന് മാറ്റിയിട്ട് എന്തെന്ന് കൊടുക്കാം? എക്സ് പ്ലസ് 300 എന്ന് കൊടുക്കാം. ഞാൻ അതേപോലെ കൊടുത്തു. വൈ എന്നുള്ള ആളെ മാറ്റിയിട്ട് എന്തെന്ന് കൊടുത്തു? എക്സ് പ്ലസ് 300. ശ്രദ്ധിച്ചേ, എക്സ് പ്ലസ് 300 സമം 1100. നമുക്കിവിടെ കിട്ടിയ അതേ സാധനം തന്നെ കിട്ടി. ഇവിടേക്ക് ശ്രദ്ധിക്കുക, ഇതേ സാധനം തന്നെയാണ് താഴെ. ഇനി സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് തന്നെയാണ്. നോക്കിക്കോളാം,
ഇവിടെ കാണുന്ന എക്സും എക്സും കൂട്ടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2x. അപ്പോൾ 2x പ്ലസ് 300 സമം 1100. ഇനി ബാക്കി കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. പ്ലസ് 300 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും 1100 മൈനസ് 300 എന്നാവും. ഇവിടെ 2x മാത്രം ബാക്കിയാവും. അപ്പോൾ 2x സമം 1100 മൈനസ് 300 800 എന്ന് കിട്ടും. എക്സ് സമം 800 ഹരിക്കണം 2 സമം എത്ര എന്ന് കിട്ടും 400 എന്ന് കിട്ടും. ആരായിരുന്നു എക്സ്? ചെരുപ്പിൻ്റെ വില. ചെരുപ്പിൻ്റെ വില അത് എക്സ് ആണ്, 400 രൂപ. ഇനി ബാഗിൻ്റെ വിലയോ? ബാഗിൻ്റെ വില അത് വൈ ആണ്. വൈ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സ് പ്ലസ് 300 ചെയ്താൽ മതി. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ ആയ 400നോട് എത്ര കൂട്ടും? 300 കൂട്ടും. എത്ര കിട്ടും? 700 കിട്ടും. അപ്പം ഇവിടെ 400 രൂപയും ഇവിടെ 700 രൂപയും നിന്ന് കിട്ടും. സെയിം ആൻസർ തന്നെയാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയൊരു മെത്തേഡിലാണ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിപ്പിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും ഇതിനെ, ഇങ്ങനെ ചെയ്തു പോകുന്നതിന്. എക്സും വൈയും എടുത്ത് വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നതിന്. പക്ഷേ ഈ ചാപ്റ്റർ മുമ്പോട്ട് പോകുമ്പം നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ വെറും 2-3 സ്റ്റെപ്പിൽ ചെയ്യുന്ന ഈസി മെത്തേഡും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത വീഡിയോസിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ ഇത്രയും ലെങ്തി ആയിട്ട് ചെയ്യേണ്ട, കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് ഓർക്കുക, ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാതെ അടുത്ത മെത്തേഡ് നമ്മൾ പറയും, ആ ഒരു മെത്തേഡിൽ ചെയ്തു പോവാം. ക്വസ്റ്റ്യൻ 2. 2 സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 സംഖ്യകളുണ്ട്. ആ 2 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 26 കിട്ടും. ആ സംഖ്യകൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ അതാണല്ലോ വ്യത്യാസം. എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ ആണല്ലോ? സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ആദ്യം മനസ്സിലാവും. ഈ 2 സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരുത്തൻ വലുതും ഒരുത്തൻ എന്തായിരിക്കും? ചെറുതുമായിരിക്കും. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാം? 2 രീതിയിൽ തന്നെ ചെയ്യാം. 2 അക്ഷരമുള്ളതും ഒരക്ഷരമുള്ളതായിട്ട് തന്നെ ചെയ്യാം. നോക്കിക്കോ, 2 സംഖ്യകൾ എന്ന് പറഞ്ഞു. ഒരാൾ ചെറിയ സംഖ്യ, പിന്നെ ഒരാൾ വലിയ സംഖ്യ. ഞാൻ ചെറിയ സംഖ്യനെ എക്സ് എന്ന് വിളിച്ചു. ചെറിയ സംഖ്യ എക്സ് ആയാൽ, മക്കളെ നിങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ്. ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും പിടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 26 കിട്ടും. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ വ്യത്യാസം 4 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ ഒരു 10 ആണെങ്കിൽ വലിയ സംഖ്യ എന്തായിരിക്കും? വ്യത്യാസം 4 ആണെങ്കിൽ 14 ആയിരിക്കണം. ചെറിയ സംഖ്യ 20 ആണെങ്കിൽ വലിയ സംഖ്യ എന്തായിരിക്കണം? 24 ആയിരിക്കണം. ചെറിയ സംഖ്യ 30 ആണെങ്കിൽ വലിയ സംഖ്യ എന്തായിരിക്കണം? ഒരു 4 കൂട്ടണം അല്ലേ? 34 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ചെറിയ സംഖ്യ നമ്മൾ എന്താ വിളിച്ചത്? എക്സ് ആണ്. അപ്പോൾ വലിയ സംഖ്യ എന്തായിരിക്കും? എക്സ് പ്ലസ് 4. കാര്യം കത്തിയോ? ചെറിയ സംഖ്യ എക്സ് ആണെങ്കിൽ വലിയ സംഖ്യ എന്തായിരിക്കണം? എക്സിനോട് ഒരു 4 കൂടണം, എന്നാലേ വ്യത്യാസം 4 ആവുള്ളൂ. ഇനി ഇവരുടെ തുക എന്ന് പറഞ്ഞാൽ എന്താ? തുക 26 ആവണം എന്നാണ് പറഞ്ഞത്. തുക എന്ന് പറഞ്ഞാൽ രണ്ടാളും ഇവിടെ പിടിച്ച് കൂട്ടുക. എക്സ് പ്ലസ് 4 ഇതാണ് രണ്ടാളുകൾ. രണ്ടാളെയും പിടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 26 കിട്ടണം. നേരത്തെ ചെയ്ത അതേപോലെ എക്സ് ഉള്ള ആളുകളെ ഒന്ന് ആദ്യം ചെയ്തോ. എക്സ് പ്ലസ് എക്സ് എന്താ? 2x പ്ലസ് 4 സമയം എന്തെന്ന് കിട്ടും? 26. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് എഴുതാൻ. എന്ന് വെച്ചാൽ മേലുള്ള ആളുകളൊക്കെ എന്തെങ്കിലും ക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളൊക്കെ സെയിം താഴെ വേണം. എന്ന് വെച്ചാൽ നമ്മളിവിടെ എക്സും കൂട്ടിയപ്പോൾ 2x കിട്ടി. അപ്പോൾ അതവിടെ ഉണ്ടാവും. പ്ലസ് 4 മേലെയുണ്ട്, പ്ലസ് 4 താഴെയുണ്ട്. 26 മേലെയുണ്ട്, 26 എവിടെയുണ്ട്? താഴെയുണ്ട്. വിട്ടു പോകരുത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, കണ്ടുപിടിക്കേണ്ടത് എക്സിനെയാണ്. അപ്പോൾ 2x ഇവിടെ നിർത്തുക. ഈ കാണുന്ന പ്ലസ് 4 ഇവിടെ ആവശ്യമില്ല, അപ്പുറത്തേക്ക് പൊക്കോട്ടെ. അപ്പോൾ എന്തായിട്ട് മാറും? -4 ആയിട്ട് മാറും. അപ്പോൾ ചെയ്ത് നോക്കുക. സമം അതേപോലെ ഇട്ടു. ഇവിടെ 26 ഉണ്ട്. നമുക്ക് ഈ സൈഡിൽ 2x മാത്രം വെച്ചാൽ മതി. +4 അപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ എന്തായി? -4 ആയി. 26 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22. ഇവിടെ ആരെന്നെയുള്ളത്? 2x. ഇനി വീണ്ടും എക്സിനെ മാത്രം നമുക്ക് ഇവിടെ മതി അല്ലേ? അപ്പോൾ എക്സിനെ മാത്രം ഇവിടെ നിർത്തി. അപ്പുറത്തൊരു 22 ഉണ്ട്. ശ്രദ്ധിച്ചേ, 2x എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 2 ഗുണം x ആണ്. അപ്പോൾ 2 ഗുണം x ആണ് എന്ത്? 22. ഇനി
നമ്മുടെ 2 അങ്ങോട്ട് പോകുമ്പോൾ 2 ഗുണം എക്സ് സമം 22. ഈ ഗുണിക്കണം 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഹരിക്കണം 2 മാറും അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെയും 2 ഇങ്ങോട്ട് വരുമ്പം ഹരിക്കണം 2 ആവും. 22 ഹരിക്കണം 2 എത്ര കിട്ടുക, 11 എന്ന് കിട്ടും. എക്സിൻ്റെ വില നമുക്ക് കിട്ടി 11. ആരായിരുന്നു എക്സ്, ഇതവിടെ മേലുണ്ട്. ചെറിയ സംഖ്യനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ച്, എക്സ് എന്ന് വിളിച്ച്. ചെറിയ സംഖ്യയായിരുന്നു എക്സ്, അത് കിട്ടി 11. ഇനി വലിയ സംഖ്യ എക്സ് പ്ലസ് 4 11 പ്ലസ് 4, 11 4 കൂട്ടി എത്ര കിട്ടുക, 15. ഓക്കെ, അപ്പോൾ ചെറിയ സംഖ്യയും കിട്ടി, വലിയ സംഖ്യയും കിട്ടി. ചെയ്തതൊന്നും ശരിയാണോ നോക്കാം. നോക്കിക്കോ, 11ഉം 15ഉമാണ് നമ്പേഴ്സ്. രണ്ടാളെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 4 കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ 4 കിട്ടുക. രണ്ടാളെയും കൂടെ കൂട്ടി വയ്ക്കുക, 11ഉം 15ഉം കൂട്ടിയാൽ 26 കിട്ടുക. അതുകൊണ്ട് നമ്മൾ ചെയ്തത് എന്താണ്, ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത് ഒരു ഇക്വേഷൻ ഒരു അക്ഷരം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതേ ചോദ്യം എങ്ങനെയും ചെയ്യാം, 2 അക്ഷരം വെച്ചും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കിക്കോ. ചെറിയ സംഖ്യ ഞാൻ എക്സ് എന്ന് വിളിച്ചു, ഓക്കെ അല്ലേ. വലിയ സംഖ്യ ഞാൻ തൽക്കാലം വൈ എന്ന് വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ കൊടുക്കട്ടോ, എക്സ് വൈ എ ബി എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ചെറിയ സംഖ്യ എക്സും വലിയ സംഖ്യ എന്താ, വൈയും. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. രണ്ടാളെയും കൂട്ടിയ 26. അപ്പോൾ ഞാൻ കൂട്ടി എക്സ് പ്ലസ് വൈ സമം എത്ര കിട്ടും, 26. ഇനി വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 4, അതാണല്ലോ വ്യത്യാസം. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കരുത്, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പം വൈ ആണ് വലുത്, വൈ മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 4. ഓക്കെ, ഈ ക്വസ്റ്റിനും നമുക്ക് ചെയ്യാൻ വേറെ എളുപ്പവഴിയുണ്ട്, നമ്മൾ പിന്നെ പഠിക്കും. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കാം. എക്സ് പ്ലസ് വൈ ചെയ്താൽ 26, വൈയിൽ നിന്ന് എക്സ് കുറച്ചാൽ 4. ഇനി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റത്തെ പരിപാടി, ഇതിലേതെങ്കിലും ഒരാൾ ഒറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ ഇവിടെ വൈ മൈനസ് എക്സ് എന്നല്ലേ. അപ്പോൾ അതിന് എക്സ് സമമെന്നോ വൈ സമമെന്നോ ആക്കി എഴുതുക. ഒന്നുകൂടെ പറയാം, തൽക്കാലം ഇവിടെ വൈയിനെ മാത്രം ഇവിടെ നിർത്തുക, എന്നിട്ട് സമം ഇടുക. അപ്പുറത്തുള്ള 4 അവിടെ അല്ലേ, ഈ കാണുന്ന മൈനസ് എക്സിനെ തൊട്ടപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തോ പ്ലസ് എക്സ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കൊരു സാധനം കിട്ടും, വൈ സമം 4 പ്ലസ് എക്സ് ആണ്. വൈ സമം എന്താ, 4 പ്ലസ് എക്സ്. എന്താ അതിൻ്റെ മീനിങ്, നിങ്ങൾ എവിടെ വൈ എന്ന് കണ്ടോ, വൈ എന്ന് എവിടേക്ക് കണ്ടോ അവിടെ വൈക്ക് പകരം ആരെ കൊടുക്കാം, 4 പ്ലസ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ വൈ എന്ന് എവിടെയുള്ള, നമ്മൾ ഈ ഇക്വേഷൻ നിന്നാണ് അല്ലെങ്കിൽ ഈ സമവാക്യത്തിൽ നിന്നാണ് ഇവൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവനെ ഒഴിച്ച് കണ്ട് പിന്നുള്ള ഒരിടത്തിന് എടുക്കുക എന്ന് വെച്ചാൽ ഇവനല്ലേ. അതൊന്ന് ഞാൻ താഴോട്ട് എഴുതാം. നോക്കിക്കോ, എക്സ് പ്ലസ് വൈ സമം 26. അവിടെ ഇവിടെ കാണുന്നൊരു വൈ ഉണ്ടല്ലേ, ആ വൈയിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, വൈക്ക് പകരം ഈ കാണുന്ന ആളെ കണ്ട് എഴുതി കൊടുക്കുക. എന്ന് വെച്ചാൽ 4 പ്ലസ് എക്സ് എന്ന് എഴുതി വെക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ആദ്യം എക്സ് ഉള്ള ടേംസൊക്കെ പിടിച്ച് കൂട്ടുക. ഇവിടെ എക്സും എക്സും രണ്ടും എന്ത് ചെയ്യാൻ പറയണം, പ്ലസ്സാണ് ചെയ്യാൻ പറയുന്നത്. അപ്പം എക്സ് പ്ലസ് എക്സ് എന്ത് കിട്ടും, 2x കിട്ടും. അപ്പോൾ 2x പ്ലസ് 4 സമം എത്ര കിട്ടും, 26. പ്ലസ് 4ൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ, ഇല്ല. ഇവൻ എങ്ങോട്ട് കൊണ്ടുപോകണം, ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഇവിടെ 2x മാത്രമാവും, അപ്പുറത്ത് 26 മാത്രമാവും. പ്ലസ് 4 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 4 ആവും. 26 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 22 എന്ന് കിട്ടും. അപ്പോൾ 2x സമം എത്രയാണ്, 22. എടാ അങ്ങനെയാണെങ്കിൽ എക്സ് സമം എത്ര കിട്ടും, 22 ഹരിക്കണം 2. എങ്ങനെ വന്നു നോക്കിക്കേ, 2x എന്ന് പറഞ്ഞാൽ 2 ഗുണം എക്സ് ആണ് സമം 22. ഗുണിക്കണം 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ഹരിക്കണം 2 ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ എക്സ് സമം എത്ര എന്ന് കിട്ടി, 11 എന്ന് കിട്ടി. എക്സ് 11 ആയി കഴിഞ്ഞാൽ വൈ എത്രയായിരിക്കും, വൈ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് എക്സ് അല്ലേ. എവിടെ നിന്ന് വന്നു, ഇതേ നോക്കുക, ഇവിടെ എഴുതി വെച്ചിന് വൈ സമം എന്താ, 4 പ്ലസ് എക്സ് ആണ്. അത് അതേമാതിരി ഇങ്ങോട്ട് താഴോട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തെന്ന് കിട്ടി, 4 പ്ലസ് 11, 4 പ്ലസ് 11 എന്ന് പറയുന്നത് കിട്ടും 15. ഓക്കെ, ഇവിടെ 11ഉം ഇവിടെ എന്തെന്ന് കിട്ടി, 15. വീണ്ടും പറയുന്നു, ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യുക ഇതുപോലെയല്ല, 2 സ്റ്റെപ്പിൽ ആൻസർ കണ്ടുപിടിക്കും. മുമ്പോട്ട് പോകുമ്പോൾ നമ്മളത് ചെയ്യും. ഇനി നേരെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ നോക്കുക, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ. ചതുരം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരണം എന്താ, ഇങ്ങനെ കാണുന്ന ഒരാളാണ് ചതുരം. എല്ലാ കോണുകളും എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി. ഇതിൽ ഒരാൾ ഒരു സൈഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, നീളം.
മറ്റേ സൈഡിന് എന്തെന്ന് വിളിക്കും? വീതി എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരണേ. ഇനി ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഒരു വശം എന്ന് വെച്ചാൽ നീളത്തിനെയാണ് നമ്മൾ എപ്പോഴും ഏറ്റവും നീളം കൂടിയതായിട്ട് എടുക്കുക. വീതിനെ ചെറിയ വശവും നീളത്തിനെ വലിയ വശമായിട്ടാണ് എടുക്കുക അല്ലേ? അപ്പോൾ നോക്കിക്കോ, ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ആദ്യം പറയാം. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. എന്നിട്ട് നേരെ ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കോ, ഈ കാണുന്ന ഒരു ചതുരാണ്. ഈ ചതുരത്തിൽ ഈ കാണുന്ന ഒരു വശത്തിനെ നമ്മൾ നീളം എന്നാണ് വിളിക്കുക. ഈ നീളത്തിന് തുല്യമായിട്ടുള്ള നീളം എന്തായിരിക്കും? അതിൻ്റെ എതിർവശം നീളം തന്നെയായിരിക്കും. അപ്പം ഇത് നീളമാണ്, എതിർവശം എന്ത് തന്നെയാണ് വിളിക്കുക? നീളം തന്നെ. ഇനി ഈ വശത്തിനപ്പം എന്ത് വിളിക്കും? വീതി എന്ന് വിളിക്കും. ഇവിടെ എന്തുണ്ടായിരിക്കും? വീതി. എന്താ ഈ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നീളം, വീതി, നീളം, വീതി ഇവരെല്ലാവരും കൂടെ കൂട്ടുകയാണ്. ചുറ്റളവ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. നോക്കുക, നീളം പ്ലസ് നീളം എന്ന് വെച്ചാൽ 2 നീളം വരും. വീതി പ്ലസ് വീതി, എത്ര വീതി വരും? 2 വീതി വരും. അതിന് ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ചുറ്റളവ് സമം 2 ഗുണം ഒരു ബ്രാക്കറ്റ് ഇടുക, നീളം പ്ലസ് വീതി എന്ന് വെച്ചാൽ നീളത്തിനെയും വീതിനെയും പിടിച്ച് കൂട്ടുക, അതിൻ്റെ ഇരട്ടി കാണുക. അതെങ്ങനെയാണ് ഇരട്ടിയായിട്ട് വന്നത്? ശ്രദ്ധിക്കുക, 2 പ്രാവശ്യം നീളം വരുന്നുണ്ട്, 2 പ്രാവശ്യം വീതി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇരട്ടി വന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചുറ്റളവ് സമം 2 ഇൻറ്റു നീളം പ്ലസ് വീതി ആയാൽ ഈ ഗുണിക്കണം 2 ഈ കാണുന്ന സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ എന്തായിട്ട് മാറും? ഹരിക്കണം 2 മാറൂലേ? മാറുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ എന്ത് മാത്രമേ വരുള്ളൂ? നീളം പ്ലസ് വീതി എന്ന് മാത്രമേ വരുള്ളൂ. ഇവിടെ ചുറ്റളവുണ്ട്, 2 ഇപ്പുറത്തേക്ക് വരുമ്പം ഹരിക്കണം 2 ആവും. എന്ന് വെച്ചാൽ ഏതൊരു ചതുരം ആയിക്കോട്ടെ അതിൻ്റെ നീളവും വീതിയും കൂട്ടിയ സംഖ്യ കിട്ടാൻ, അല്ലെങ്കിൽ അവയുടെ തുക കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചുറ്റളവിൻ്റെ പകുതി, ചുറ്റളവ് ഹരിക്കണം 2 ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ചുറ്റളവ് 20 ആണെന്ന് പറഞ്ഞാൽ നീളം പ്ലസ് വീതി എന്തായിരിക്കും? 20ൻ്റെ പകുതി എത്ര കിട്ടും? 10. ചുറ്റളവ് 40 ആണെന്ന് പറഞ്ഞാൽ നീളം പ്ലസ് വീതി 40ൻ്റെ പകുതി 20 ആയിരിക്കും. ചുറ്റളവ് 100 ആണെന്ന് പറഞ്ഞാൽ നീളം പ്ലസ് വീതി 100ൻ്റെ പകുതി എത്രയായിരിക്കും? 50 ആയിരിക്കും. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യനിലേക്ക് വാ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? തന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കാം. ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നീളം പ്ലസ് വീതി ചെയ്ത് കഴിഞ്ഞാൽ 40ൻ്റെ പകുതി ആയിരിക്കും. 40ൻ്റെ പകുതി എത്രയാണ്? 20. നീളം വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വശങ്ങൾക്കൊക്കെ ആദ്യം പേര് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇവിടെ തന്നെ ഒരു ചതുരം വരയ്ക്കാം. ഈ കാണുന്ന ഒരു ചതുരാണെന്ന് വിചാരിക്കാം. ഈ ചതുരത്തിന് വലിയ വശത്തിന് നമ്മൾ എന്ത് വിളിക്കും? നീളം. ചെറിയ വശത്തിന് എന്ത് വിളിക്കും? വീതി. തൽക്കാലം വീതിനെ, ചെറിയ വശമായ വീതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ഈ കാണുന്ന വീതി എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വലിയ വശം എന്തായിരിക്കും? ഇവിടെ വലിയ വശം നീളമായിരിക്കും അല്ലേ? ഈ നീളം എങ്ങനെയാണ് കിട്ടുക? നോക്കിക്കോ, 8 കൂടുതൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീതി 1 ആണെങ്കിൽ നീളം 1 + 8 9. വീതി 2 ആണെങ്കിൽ 2 + 8 10. വീതി 3 ആണെങ്കിൽ 3 + 8 13. 3 + 8 11. 4 ആണെങ്കിൽ 4 + 8 12. നമ്മൾ വിളിച്ചത് എന്താ? എക്സ് എന്നാണ് വിളിച്ചത്. അപ്പം നീളം എന്തായിരിക്കും? എക്സ് + 8. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നീളം സമം എക്സ് + 8 ആയിരിക്കും. കൊടുത്തു, എക്സ് + 8. ഇവിടെ വീതി എക്സ് ആണ്, നീളം എക്സ് + 8 ആണ്. ഇനി നോക്കിക്കോ, നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ 20 ആണെന്ന് കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലായി. ചുറ്റളവ് സമം 40 സെൻറ്റിമീറ്റർ എന്ന് തന്നതിൽ മനസ്സിലായി. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം. നീളം എന്ന് പറഞ്ഞാൽ എക്സ് + 8, വീതി എക്സ്. ഈ രണ്ടാളെയും പിടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ, പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ
കിട്ടുന്ന ഉത്തരം 20 ആയിരിക്കും. നോക്കിക്കേ, എക്സ് പ്ലസ് എക്സ് എന്ത് കിട്ടും? 2x. അപ്പോൾ 2x പ്ലസ് 8 സമയം എത്ര കിട്ടും? 20. ഇനി നേരത്തെ ചെയ്ത അതേപോലെ പ്ലസ് 8 ആദ്യം ഇങ്ങോട്ട് പോവും, എന്തായിട്ട് മാറും? -8 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 2x ബാക്കിയുണ്ട്, അപ്പുറത്ത് 20 ഉണ്ട്, 8 ഇങ്ങോട്ട് വരുമ്പോൾ -8 ആയി. 20 - 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അപ്പോൾ 2x = 12. ശേഷം എക്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഗുണിക്കണം 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹരിക്കണം 2 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? 12 ഹരിക്കണം 2 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. എക്സ് = 6. ആരായിരുന്നു എക്സ്? വീതി. നോക്കാം, വീതി = 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നീളം എന്താ? നീളം = 6 + 4, ഒരു 4 കൂടുതൽ എന്നല്ലേ പറഞ്ഞു? 10 എന്ന് കിട്ടും. 6 + 4 10. ഓക്കെ അല്ലേ? സോറി, 4 അല്ലല്ലോ, നമ്മൾ 8 അല്ലേ കൂടുതൽ? എക്സ് പ്ലസ് 8. ഇവിടേക്ക് മേലോട്ട് നോക്കിയാൽ എക്സ് പ്ലസ് 8 ആണ് കൂടുതൽ അല്ലേ? അപ്പം സോറി, 4 അല്ല, പ്ലസ് 8. 6 + 8 എന്നാണ് വരിക. 6 + 8 എത്രയായിരിക്കും? 14 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടി വീതി 6 സെൻറ്റിമീറ്റർ, നീളം 14 സെൻറ്റിമീറ്റർ. ഇത്രയും ചെയ്ത ആൻസറായി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഈ കാണുന്ന ചിത്രത്തിൽ വേണമെങ്കിൽ ചിത്രം ഒന്ന് അങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇതാണ് നമ്മൾ ചതുരം എന്ന് വിചാരിക്കുക. ഈ ചതുരത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നീളം 14 സെൻറ്റിമീറ്ററും വീതി 6 സെൻറ്റിമീറ്ററും ആണ് അല്ലേ? ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8 ആണ്. അപ്പോൾ ഒരുത്തനേക്കാൾ 8 കൂടുതലാണെന്ന് മനസ്സിലായി. ഇനി താഴെയുള്ള 14 ആയാൽ ഇവിടെയും 14, ഇവിടെയും 6. ഒന്ന് കൂട്ടി വെക്കാം, ചുറ്റളവ് റെഡിയാണോ ഒന്ന്. 14ഉം 6ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 20. വീടിയും 14ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 20. അപ്പോൾ 20ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ടോട്ടൽ ചുറ്റളവ് എത്രയാണെന്ന് കിട്ടും? ചുറ്റളവ് = 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അവർ തന്ന കാര്യങ്ങളൊക്കെ, കണ്ടീഷൻസൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി വേണേൽ ഇതേ ചോദ്യം 2 അക്ഷരങ്ങൾ ഉപയോഗിച്ചും ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യാം നോക്കി നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് പറഞ്ഞങ്ങോട്ട് പോവാം. ആദ്യം ഒരു ചതുരം ഇവിടെ ഉണ്ടായിക്കോട്ടെ. ഇതാണ് ചതുരം. ഈ ചതുരത്തിൻ്റെ ഈ വശം നീളം, ഈ വശം വീതി. തൽക്കാലം വീതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. നീളത്തിന് എന്തെന്ന് വിളിച്ചു? വൈ എന്ന് വിളിച്ചു. വീതി എക്സ് ആണ്, നീളം എന്താണ്? വൈ ആണ്. അപ്പോൾ നേരത്തെ അതേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചുറ്റളവ് = 40 ആണ്. നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ ഇവിടെ എന്താ മാറി വരിക? എക്സ് പ്ലസ് വൈ = 20. വീതിയും നീളം കൂട്ടി എന്ത് കിട്ടും? 20 കിട്ടും എന്നുള്ളത്. ഇനി നീളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞാൽ? വീതിയോട് ഒരു 8 കൂട്ടിയാൽ മതി അല്ലേ? അവരുടെ വ്യത്യാസം 8 ആണ്, കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ y = x + 8 എന്ന് കിട്ടി. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, y എന്ന് ഇവിടെയൊക്കെ കണ്ടോ, അവിടെ എന്ത് കൊടുക്കാം? ഇനി x + 8 എന്ന് കൊടുക്കാം. അപ്പോൾ ഇയാളെ നേരെ എടുത്ത് ഇങ്ങോട്ട് എഴുതുക. നോക്കിക്കോ, x + y = 20 എന്നുള്ളിടത്ത് ഈ വൈനെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ x + 8 എന്ന് എഴുതാം. അപ്പോൾ നേരത്തെ അതേപോലെ 2x + 8 = 20, 20 എന്ന് കിട്ടും. 2x = 20 - 8 എന്ന് കിട്ടും. 2x = 12 എന്നായിട്ട് മാറും. അതിന് x = 12 ഹരിക്കണം 2 = 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. x 6 ആയി കഴിഞ്ഞാൽ y = എന്താ? x + 8 ആണ്. 6 + 8 ആണ്. 6ഉം 8ഉം കൂട്ടിയാൽ എന്ത് കിട്ടും? 14 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് നോക്കിക്കോ. 3.5 മീറ്റർ നീളമുള്ള കമ്പി 2ആയി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം എന്നാണ് ചോദിച്ചത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കമ്പിയുണ്ട്, ടോട്ടൽ നീളം 3.5 മീറ്റർ ആണ്. ഇവന് 2 കഷ്ണമാക്കണം. എന്നിട്ട് ആദ്യത്തെ ഈ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ എന്തുണ്ടാക്കണം? സമചതുരം, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ചതുരം. രണ്ടാമത്തെ ഈ കഷ്ണം എടുത്തിട്ട് സമഭുജ ത്രികോണം, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണം. എന്നിട്ട് പറയുന്നത് ഇവൻ്റെ സൈഡ് ഒരു 10 ആണെങ്കിൽ ഇവൻ്റെ സൈഡ് എന്തായിരിക്കണം? 10. അതല്ലെങ്കിൽ 20 ആണെങ്കിൽ ഇവൻ്റെ എത്രയായിരിക്കണം? 20. 30 ആണെങ്കിൽ ഇവൻ്റെ എത്രയായിരിക്കണം? 30.
അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ കമ്പീൻ്റെ നീളം, ആദ്യത്തെ കഷ്ണത്തിൻ്റെ നീളം എത്ര, രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം എത്ര, എങ്ങനെ മുറിക്കണം എന്ന് ഉദ്ദേശിച്ചത് അതുകൊണ്ട് കേട്ടോ. ആദ്യത്തെ കഷ്ണത്തിൻ്റെ നീളം രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഒന്ന് ചെയ്തു നോക്കാം. നോക്കിയോ, ഈ കാണുന്നത് ഒരു കമ്പിയാണെന്ന് വിചാരിക്കാം. നമുക്ക് അവർ പറഞ്ഞൊരു കമ്പിയുണ്ട്. ഈ കമ്പീൻ്റെ മൊത്തം നീളം അവിടെ തന്നിട്ടുണ്ട് 3.5 മീറ്റർ. 3.5 മീറ്ററാണ്. അവിടെ നോട്ടെ. ഈ കമ്പീൻ്റെ ഇവിടെയായിട്ട് മുറിച്ചു എന്ന് വിചാരിക്കാം. ശേഷം ആദ്യത്തെ ഒരു കഷ്ണം ഉണ്ടല്ലോ, ദേ ഈ കഷ്ണം, ആ കഷ്ണം മുറിച്ചിങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഇവിടെ എന്തുണ്ടാക്കി, ആ കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇവിടെ ഒരു സമചതുരം ഉണ്ടാക്കി. ഈ കാണുന്ന ആൾ സമചതുരാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ കഷ്ണം എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ കഷ്ണം, ആ കഷ്ണം മുറിച്ചിട്ട് എന്തുണ്ടാക്കി, സമഭുജ ത്രികോണം ഉണ്ടാക്കി. സമഭുജ ത്രികോണം ഉണ്ടാക്കി. ഇങ്ങനെ കിട്ടും. കണ്ടിട്ട് തോന്നുന്നില്ലല്ലേ? ഏകദേശം ഇങ്ങനെ കിട്ടും. സമഭുജ ത്രികോണം, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണം. ഇനി അവർ പറയുന്ന കാര്യം, ഇത് ഈ സമചതുരത്തിൻ്റെ ഈ വശം ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഈ വശം എന്തായിരിക്കണം, തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഞാൻ വെറുതെ വിചാരിച്ചു, എടാ ഇവൻ്റെ വശം എക്സ് ആണെന്ന് വിചാരിച്ചു. സമചതുരത്തിൻ്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വശം എന്തായിരിക്കും, എക്സ് തന്നെയായിരിക്കും. കാരണം എന്താ, എല്ലാ വശങ്ങളും തുല്യം. അപ്പോൾ ഈ വശം എന്തായിരിക്കും, എക്സ് തന്നെ. ഇതും എത്രയായിരിക്കും, എക്സ്. ഇനി ഇവിടെയും എക്സ് ആയിരിക്കും, ഇവിടെയും എക്സ് ആയിരിക്കും, ഇവിടെയും എക്സ് ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഈ കാണുന്ന കഷ്ണം മുറിച്ചിട്ടല്ലേ മടക്കിയിട്ടല്ലേ ഇവനുണ്ടാക്കിയത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, എത്ര എക്സ് വന്നു, 4x ആയിരിക്കും ഈ കാണുന്ന കഷ്ണത്തിൻ്റെ നീളം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളവിടെ എഴുതി ഇവൻ്റെ നീളം 4x ആണ്. ഇനി നോക്കിക്കോ, ഈ കാണുന്ന കഷ്ണം മടക്കിയിട്ടാണ് ഇങ്ങനൊരു ത്രികോണം ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഈ എക്സും ഈ എക്സും ഈ എക്സും 3x അതായിരിക്കും ഈ കഷ്ണത്തിൻ്റെ നീളം, 3x അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടികളൊക്കെ ഒന്ന് എഴുതി വെക്കാൻ പോവാണേ. സമചതുരത്തിൻ്റെ ഒരു വശം സമം എക്സ്, അത് സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം അതും തന്നെയായിരിക്കും, എക്സ് തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഈ കാണുന്ന 4x ഈ കാണുന്ന 3x കൂട്ടിയാൽ ഈ മൊത്തം കമ്പീൻ്റെ നീളം കിട്ടുമല്ലോ, കിട്ടൂലേ. അപ്പം ഞാനിവിടെ എഴുതി 4x പ്ലസ് 3x സമം കമ്പിയുടെ നീളം. സ്റ്റെപ്പാക്കി എഴുതണം നിർബന്ധമൊന്നുമില്ല, എഴുതിയെന്നേ ഉള്ളൂ. 4x 3x കൂട്ടി എത്ര കിട്ടും, 7x കിട്ടും. അപ്പോൾ 7x സമം കമ്പിയുടെ നീളമായ 3.5 മീറ്റർ. ഇതൊന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്തോ എഴുതാൽ മതി, 3.5 എന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ കാണുന്ന 7 ഗുണം എക്സ് ആണ്, ഗുണിക്കണം 7 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ഹരിക്കണം 7 ആവും. അപ്പം 3.5 ഹരിക്കണം 7 എന്ന് കിട്ടും. എക്സ് സമം നോക്കിക്കോ, 3.5 ഹരിക്കണം 7 എന്ന് പറഞ്ഞാൽ 7ൻ്റെ പകുതിയാണ് 3.5. അങ്ങനെയാണെങ്കിൽ 3.5 ഹരിക്കണം 7 എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 0.5 അല്ലെങ്കിൽ 1/2 അരയായിരിക്കും. അപ്പം എക്സ് സമം 1/2 മീറ്റർ, 50 സെൻറ്റിമീറ്റർ, അതല്ല 1/2 മീറ്റർ എന്നാണ് കിട്ടുക. പക്ഷെ നമ്മളോട് ചോദിച്ച് എക്സ് എത്രയാണ്, ഈ കാണുന്ന എക്സ് എത്രയാണെന്നല്ല ചോദിച്ചത്, നമ്മളോട് ചോദിച്ചാൽ എങ്ങനെ മുറിക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ മുറിക്കണം, 4x 3x ആയിട്ട് മുറിക്കണം. അപ്പോൾ 4x എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കിക്കോ, 4x സമം 4 ഗുണം എക്സ്, 4 ഗുണം അര. 4 ഗുണം അര എത്രയാണ്, 4 ഹരിക്കണം 2, അത് എത്ര കിട്ടുക, 2 മീറ്റർ. 3x സമം 3 ഗുണിക്കണം അര. 3 ഗുണിക്കണം അര എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.5 മീറ്റർ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് മുറിക്കേണ്ടത്, 2 മീറ്റർ നീളമുള്ള കഷ്ണമായും 1.5 മീറ്റർ നീളമുള്ള കഷ്ണമായിട്ടും മുറിക്കണം. ആ കാര്യം അവിടെ എഴുതി വെച്ചാൽ നമ്മുടെ ആൻസറായി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പേജിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്.
ഒരു ക്ലാസ്സാണ്, ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലാണ്. അപ്പോൾ ആരാ കൂടുതൽ? പെൺകുട്ടികളാണ് കൂടുതൽ. ആൺകുട്ടികളേക്കാൾ 4 എണ്ണമാണ് കൂടുതൽ. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം. ഒരു ദിവസത്തിൽ 8 ആൺകുട്ടികൾ മാത്രം വന്നില്ല, 8 ആൾക്കാർ വന്നില്ല, 8 ആൺകുട്ടികളാട്ടോ വരാത്ത. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എന്തായിരിക്കും? ക്ലാസ്സിൽ പണ്ട് എത്രയാണോ ഉള്ളത് അത്ര തന്നെയായിരിക്കും. ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ആ ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് എന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ എണ്ണം 10 ആണെങ്കിൽ അതിന് 2 കൊണ്ട് ഗുണിച്ചത് 20 ആയി പെൺകുട്ടികളുടെ എണ്ണം. ആൺകുട്ടികളുടെ എണ്ണം 10 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിച്ച 20 ആയി. ആൺകുട്ടികളുടെ എണ്ണം ഒരു 40 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിച്ച 80 ആയി പെൺകുട്ടികളുടെ എണ്ണം. ആ ഒരു ദിവസം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ഉണ്ടായി എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യനിലുള്ള മെയിൻ പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്തോളാം. ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതൽ, 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം, ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികൾ. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആവശ്യമുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ആൺകുട്ടികളുടെ എണ്ണം. ആൺകുട്ടികളുടെ എണ്ണം അറിയോ? അറിയില്ല. അറിയാത്ത സ്ഥിതിക്ക് എന്തെന്ന് കൊടുത്തു? എക്സ് ആണെന്ന് വെറുതെ വിചാരിച്ചു. ഇനി അടുത്തത് പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം അതറിയോ? അതും അറിയില്ല. പക്ഷെ ഒരു ബന്ധം നമുക്കറിയാം അല്ലേ? എന്താണ്? പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളേക്കാൾ 4 കൂടുതൽ. അപ്പോൾ ആൺകുട്ടികൾ 10 ആണെങ്കിൽ 14, 20 ആണെങ്കിൽ 24, 30 ആണെങ്കിൽ 34. 4 തന്നെയല്ലേ പറയും? അതെ, 4 തന്നെയാണ് പറയുന്നത്. ഓക്കെ, 4 പെൺകുട്ടികൾ കൂടുതലാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, ആൺകുട്ടികൾ എക്സ് ആണെങ്കിൽ എക്സിനോടൊരു 4 കൂട്ടണം, x+4. അതുപോലെ എഴുതി വെച്ചു. പെൺകുട്ടികളുടെ എണ്ണം x+4 ആണ്. ഇനി ഒരു പ്രത്യേക ദിവസമുണ്ട്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം. അങ്ങനെ ഒരു ദിവസം ആ ക്ലാസ്സിലുണ്ടായി. 8 ആൺകുട്ടികൾ മാത്രം വന്നില്ല. നോക്കിക്കോ എന്താ സംഭവിക്കുക? ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തിന് എന്ത് സംഭവിക്കും നോക്കാം. ഞാൻ തൽക്കാലം ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്, എഴുതാനുള്ള മടി കൊണ്ടാണ്. നോക്കാം, ആൺകുട്ടികളുടെ എണ്ണം. എടാ 8 ആൺകുട്ടികൾ വരാതിരുന്നു എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 20 ആൺകുട്ടികളുണ്ടെങ്കിൽ 8 ആൾ വരാതിരുന്നാൽ 20 - 8 12 ആൺകുട്ടികളാണ് ബാക്കി ഉണ്ടാവുക. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 30 ആൺകുട്ടികളുണ്ടെങ്കിൽ 8 ആൾ വരാതിരുന്നാൽ 30 - 8 22 ബാക്കി ഉണ്ടാവുക. അപ്പോൾ അതേപോലെ ഈ ക്ലാസ്സിലും 8 ആൺകുട്ടികൾ വരാതിരുന്നാൽ അവരുടെ എണ്ണം ആദ്യം എത്ര ഉണ്ടായിരുന്നത്? എക്സ്. ഏത് എക്സ്? ആൺകുട്ടികളുടെ എണ്ണത്തിന് നമ്മൾ എക്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതേ എക്സ് ഇവിടെ എഴുതി. -8. 8 ആൺകുട്ടികളാണ് വരാതിരുന്നത്. ഇനി ആൺകുട്ടികൾ വരാതിരുന്നു, പെൺകുട്ടികളുടെ എണ്ണത്തിന് വല്ല മാറ്റം വരുമോ? ഇല്ല. പെൺകുട്ടികളുടെ എണ്ണം എത്രയുള്ളത്? പണ്ട് എത്രയാണോ അത് തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പണ്ട് എത്രയുണ്ടായിരുന്ന നോക്കിക്കോ, x+4 ആണ്. അപ്പോൾ അതേ പെൺകുട്ടികൾ അവിടെ തന്നെ ഉണ്ടാവും. x+4 അവിടെ തന്നെ ഉണ്ടായി. അപ്പം ഈ 2 കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി നോക്കേണ്ടത്. ആൺകുട്ടികളുടെ എണ്ണം x-8 ആണ്, പെൺകുട്ടികളുടെ എണ്ണം x+4 ആണ്. ഇനി ആ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞത് ആൺകുട്ടികളുടെ എണ്ണത്തിന് ഇൻറ്റു 2 ചെയ്താൽ, ഗുണിക്കണം 2 ചെയ്താൽ പെൺകുട്ടികളുടെ എണ്ണം കിട്ടുമെന്നാണ് പറഞ്ഞത്. നോക്കിക്കോ, x-8 ആണ് ആൺകുട്ടികളുടെ എണ്ണം. ഇവനൊരു ബ്രാക്കറ്റിൽ നിർത്തുക. ബ്രാക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 കൊണ്ട് ഗുണിച്ചാൽ പെൺകുട്ടികളുടെ എണ്ണമായ x+4 കിട്ടും. ഇതിങ്ങനെയാണ് എഴുതുക. x-8 ആദ്യം എഴുതുക ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ഗുണിക്കണം 2 സമം എന്തായിരിക്കും? പെൺകുട്ടികളുടെ എണ്ണമായ x+4. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക നോക്കാം. നമ്മൾ ഈ ബ്രാക്കറ്റ് ഒന്ന് പൊളിക്കണം. പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പുറത്തുള്ള ആളെ കൊണ്ട് ഉള്ളിലുള്ള ഓരോരുത്തരെയും ഗുണിക്കുക. 2 × x ആദ്യം ചെയ്യുക, പിന്നെ 2 × 8 ചെയ്യുക. ഈ ഇടയിലുള്ള ചിഹ്നം ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. നോക്കിക്കോ, 2 × x എന്ത് കിട്ടി? 2x. 2 × 8 16 കിട്ടി. ഇടയിലുള്ള ചിഹ്നം 16 ആണ്. സമം x+4. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നേരത്തെ ചെയ്ത ചോദ്യങ്ങൾ പോലെയല്ല. നേരത്തെ ചെയ്ത ചോദ്യത്തിൽ ശ്രദ്ധിക്കുക, ഈ കാണുന്ന ഈ കാണുന്ന സൈഡിൽ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ആളൊന്നും വന്നിട്ടില്ലായിരുന്നു. അവിടെ ഒരു സംഖ്യ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു അല്ലേ? ഒന്ന് നോക്കി നോക്കണോ? നോക്കാം. നോക്കിക്കോ, ഈ കാണുന്ന ഇക്വേഷനിൽ
ഇവിടെ 20, എക്സൊക്കെ ഈ ഒരു സൈഡിലായിരുന്നു. ഇവിടെ നോക്കിക്കേ, എക്സുകളൊക്കെ ഈ സൈഡിലാണ്, ഇവിടെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. എന്താ മാറ്റം? ഈ സൈഡിലും എക്സ് ഉണ്ട്, ഈ സൈഡിലും എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടി നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സുകളേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അതെങ്ങനെയാണ് മാറ്റുക നോക്കിക്കോ. ഇവിടെ 2x ഇല്ലേ, ഇവിടെ ദേ ഈ കാണുന്ന 2x ഇല്ലേ, അത് അവിടെ തന്നെ നിന്നോട്ടെ. അതിൻ്റെ അടുത്തേക്ക് ഈ കാണുന്ന എക്സിനെ കൊണ്ടുവരിക, എന്ന് വെച്ചാൽ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. നോക്കിക്കോ, ഇവനിവിടെ എന്താ ചെയ്ത്? പ്ലസ് അല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -x ആവും. അപ്പോൾ 2x -x നായി സമം. ഓൾറെഡി ഇവിടെ ഒരു +4 ഉണ്ട് അല്ലേ, ആ 4ന് അതേപോലെ തന്നെ എഴുതുക, +4, തൽക്കാലം 4 എഴുതിയാൽ മതി. ഇനി ഇവിടെയുള്ള -16 നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എക്സ് ഇല്ലാത്ത ടേമിനെയൊക്കെ ഒരു ഭാഗത്തേക്ക് വെക്കുകയാണ്, എക്സ് ഉള്ള ടേമിനെയൊക്കെ ഒരു ഭാഗത്തേക്ക് വെക്കുകയാണ്. -16 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? +16. അപ്പോൾ അതും ഇവിടെ എഴുതി കൊടുത്തു, +16. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കോലത്തിലായി. നോക്കിക്കോ, 2x നിന്ന് ഒരെക്സ് പോയാൽ എത്ര കിട്ടും? ഒരെക്സ് ബാക്കിയുണ്ടാവും. 16നോട് ഒരു 4 കൂട്ടി എത്ര കിട്ടും? 20 കിട്ടും. 16 4 എത്രയാണ്? 20. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ് സമയം എത്ര എന്ന് കിട്ടി? 20. ആരായിരുന്നു എക്സ്? ആൺകുട്ടികളുടെ എണ്ണമായിരുന്നു. ഇവിടെ നോക്കിയാൽ മതി, ആൺകുട്ടികളുടെ എണ്ണമായിരുന്നു എക്സ്. അപ്പോൾ അത് 20 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് എഴുതി വെക്കാം. കോപ്പി പേസ്റ്റ്. ആൺകുട്ടികളുടെ എണ്ണം സമം എക്സ് ആണ്, അത് 20 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 20 + 4, 20 + 4 എത്രയാണ്? 24. പരിപാടി കഴിഞ്ഞു. ചെയ്ത പരിപാടികളൊക്കെ ഒന്ന് ശരിയാണോ നോക്കാം. നോക്കിക്കോ, ആൺകുട്ടികളുടെ എണ്ണം 20ഉം പെൺകുട്ടികളുടെ എണ്ണം 24ഉമാണ് അല്ലേ. 8 കുട്ടികൾ വരാതിരുന്ന ദിവസം 8 ആൺകുട്ടികളാണ്. ഇവിടെ -8 ആവും. -8 ആയി എത്ര കിട്ടും? 20 - 8 12 കിട്ടും. ഇവിടെ പെൺകുട്ടികൾ സെയിം തന്നെ. അവർ പറഞ്ഞത് ഇവനെ 2 കൊണ്ട് ഗുണിച്ചാൽ, ആൺകുട്ടികളുടെ എണ്ണത്തിന് 2 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടുമെന്നാണ്. ഗുണിച്ചാൽ കിട്ടുമോ? 12 × 2 ചെയ്താൽ 24 കിട്ടുമോ? കിട്ടും. അത്രയേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം സമം 20 എന്നും പെൺകുട്ടികളുടെ എണ്ണം സമം എത്രയെന്ന് കിട്ടി? 24 എന്നും കിട്ടി. അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ആയിരുന്നു. ഒന്നുമില്ല, നമ്മൾ ഓരോ ചോദ്യങ്ങളൊക്കെ, ചില ചോദ്യങ്ങളൊക്കെ 2 മെത്തേഡ് പറഞ്ഞിങ്ങനെ പോയതുകൊണ്ടാണ്. ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി കണ്ട് എന്ത് ചെയ്യണം? ഓരോ ഇക്വേഷൻസ് ഉണ്ടാക്കണം. അവിടെയാണ് പോയിൻ്റ് കിടക്കുന്നത്. ബാക്കി ചോദ്യങ്ങൾ ഇതേ സബ് ഹെഡിങ്ങിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.